ഹായ് കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ബീറ്റ്റൂട്ട് കൊണ്ടൊരു വെറൈറ്റിയിലോട്ട് പോയാലോ മക്കളെ? അപ്പോൾ നമുക്കിന്ന് ബീറ്റ്റൂട്ട് ഒരു അരച്ചുകൂട്ട് തയ്യാറാക്കാം. ബീറ്റ്റൂട്ടും പരിപ്പും കൂടി ഒരു അരച്ചുകൂട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചേച്ചി ഓൾറെഡി സ്റ്റൗ കത്തിച്ച് വലിയൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉരുളിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചേച്ചി സാധാരണ ഒരു 150 ഗ്രാം എണ്ണയിൽ ചേച്ചി ഒഴിക്കാനുള്ള ഇന്നിപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് നമ്മൾ എണ്ണയിൽ വാട്ടി വെക്കുന്ന ഒരു വെറൈറ്റി ആയ ഒരു അരച്ചുകൂട്ട് കറിയാണ്. നമുക്ക് അതിനകത്ത് ഒരു 2 സ്പൂണോളം കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് മണികളൊക്കെ അങ്ങനെ നല്ലോണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി ഇതിനകത്തായിട്ട് ഞാൻ വറ്റൽമുളക് 5-6 വറ്റൽമുളക് ഇട്ട് ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് നമുക്ക് വെളുത്തുള്ളി ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഒരു 6 പച്ചമുളക്, 2 വലിയ സവോള ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇപ്പം നമ്മളെല്ലാവരും ബീറ്റ്റൂട്ട് കൊണ്ട് തോരനുണ്ടാക്കും, ബീറ്റ്റൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കും. പക്ഷേ ഇതേപോലെ ആരും ഇതുവരെ വെച്ച് കാണുകയില്ല. ഈ രീതിയിലൊന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ഒരു ബീറ്റ്റൂട്ടും ഒരു 50 പരിപ്പും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലോണം ഒന്ന് വാടി വരുന്നത് നമ്മൾ ഇതേപോലെ അരിഞ്ഞ് ചോപ്പ് ചെയ്ത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു ബീറ്റ്റൂട്ട് തൊണ്ടി എത്തിയിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കറി ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ 4 കിലോ ബീറ്റ്റൂട്ട് എടുത്തേക്കണത്. 4 കിലോ ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് നമ്മൾ ഇത് ചെറുതായി നല്ലോണം നൈസായിട്ട് ഉരച്ചെടുത്തേക്കണതാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്കൊരു ബീറ്റ്റൂട്ട് മതി. അപ്പോൾ അത് നമുക്കൊന്ന് പുഴുങ്ങിയിട്ട് മിക്സിയിൽ അടിച്ചാണെങ്കിൽ നമുക്ക് എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് നല്ലോണം വഴങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തായിട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് ഉരച്ച് വെച്ചേക്കണം. നമ്മുടെ ബീറ്റ്റൂട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ബീറ്റ്റൂട്ട് ഇതേപോലെ നമ്മളൊന്ന് ഉരച്ച് എടുക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ 4 കിലോ ബീറ്റ്റൂട്ടാണ് എടുത്തേക്കണത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ബീറ്റ്റൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പൊക്കെ എല്ലാവരും ഒന്ന് യോജിപ്പിക്കുന്നവരെ നമുക്കൊന്ന് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ച് നമ്മുടെ കേബേജ് നല്ലോണം വെന്ത് നല്ലോണം ഒന്ന് ഉടക്കണം. എന്നാലും ഇത് നമ്മളിപ്പോൾ പുഴുങ്ങി മിക്സിയിൽ അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതൊന്ന് കയ്യിൽ കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുക. നമ്മുടെ ബീറ്റ്റൂട്ട് നല്ലോണം വെന്തിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ചേർക്കേണ്ടതായിട്ടുള്ള നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. ഒരു തേങ്ങ എടുത്ത് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ട് ചേച്ചി അരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളകാണ് കൂടുതൽ ഇട്ടേക്കണത്. ആ അരപ്പൊന്ന് നല്ലോണം ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് ചാറായിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ നാടൻ ഭക്ഷണശാല നമുക്ക് കടയിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ളത് കാരണം നമ്മളധികം ചാറ് നമ്മൾ വെക്കുന്നില്ല. എന്ന് വെച്ചാൽ നമുക്കിത് ഒഴിച്ചു കൂട്ടാനല്ല, നമുക്കിത് സൈഡായിട്ട് കൊടുക്കേണ്ടിയിട്ട് നമ്മളിതിനധികം ചാറ് വെക്കുന്നില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്കിത് ഒഴിച്ചു കൂട്ടാനായിട്ട് വേണം ഇത് കൊടുക്കാൻ. നമ്മൾ അരപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ആ അരപ്പിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് കത്തിക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് ഇട്ടിട്ട് നമ്മൾ 2-3 മിനിറ്റോളം ഇട്ട് വേവിച്ച് അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ചേർക്കേണ്ടത് നമ്മുടെ പരിപ്പ്. ഞാൻ 1 കിലോ പരിപ്പ് നല്ലോണം വേവിച്ച് ഉടച്ച് വെച്ചേക്കണേണ്. നല്ലോണം ഇതേപോലെ വേഗം. അപ്പോൾ ഈ പരിപ്പ് കൂടി നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരപ്പിട്ട് കൊടുത്ത് അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കണത്. നല്ല തിക്കോടുകൂടിയുള്ള ഗ്രേവിയാണിത്. നമ്മൾ
കുറച്ചുകൂടി ഗ്രേവി ചാറ് വേണമെങ്കിൽ നമുക്ക് ചാറ് വെക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് വെക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഒന്നും ചെയ്യണ്ട. അപ്പം നമ്മുടെ ബീട്രൂട്ടും പരിപ്പും കൂടി അരച്ചു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പരിപ്പിൻ്റെ പാത്രം ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിക്കണേന്. ഇതേ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഇതെല്ലാവരും കാണുക. ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണേ മക്കളെ. അപ്പം നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഇത് കണ്ട നല്ലൊരു വെറൈറ്റി ആയ കറിയാണ്. ഈ രീതിയിൽ